അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. മാമനും മോനും ഈ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ റീൽസ് ചെയ്ത് അത്യാവശ്യം ഫേമസ് ആയ മാമനും മോനും എന്ന് പറയുന്ന കണ്ടന്റ് ക്രിയേറ്റർ എല്ലാവരും അറിയുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ശരത് എന്നാണ് ഇവന്റെ യഥാർത്ഥ പേര്. വിളിക്കാനുള്ളവരൊക്കെ വിളിക്ക്, പറയാനുള്ളവരോടൊക്കെ പറയും. നടക്കട്ടെ കാര്യങ്ങൾ നല്ല ഞെരിപ്പായിട്ട്. എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ശരത്തിനെതിരെ അഥവാ മാമനെതിരെ ലൈംഗിക ആരോപണവുമായി ഒരു പയ്യൻ രംഗത്ത് വന്നിരിക്കുകയാണ്. എറണാകുളം ഒരു റൂമിൽ വെച്ച് മദ്യം നൽകി മയക്കിയതിനു ശേഷം ശരത്തും അവന്റെ കൂട്ടുകാരനും ചേർന്ന് ബലമായി പീഡിപ്പിച്ചു എന്നാണ് ഈ പയ്യൻ പറയുന്നത്. ഒരു വോയിസ് ക്ലിപ്പ് കേട്ട് നോക്കാം. ഇന്ന് പയ്യൻ ഇവനും ഇവനൊരു കൂട്ടുകാരനും കൂടെ എന്തോ കൊച്ചിലങ്ങാണ്ട് പോയപ്പോഴത്തേക്ക് റൂം എടുത്തു. സംഭവം ഇങ്ങനെ ഒരുമിച്ച് റൂമെടുത്ത് റൂമെടുത്ത് 20 നാളായിട്ട് അറിയാവുന്ന ആളാ. ഒരുമിച്ച് റൂം എടുത്തിട്ട് എന്താ ഉറക്കം വരുന്നു. ഞങ്ങൾ വൈകിട്ട് ഇങ്ങനെ മദ്യവെച്ചിട്ടുണ്ടായിരുന്നു. മദ്യവെച്ചുമായിട്ട് കേൾക്കാൻ നേരത്തെ കിടക്കാൻ ടൈമായപ്പോൾ പുള്ളി അദ്ദേഹത്തെല്ലാം കളിപ്പിക്കാൻ തുടങ്ങി. നമ്മുടെ പ്രകടനത്തിൽ കളിപ്പിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ കളിപ്പായി, പ്രശ്നമായി. മാമൻ ശരത്തിൽ നിന്നുണ്ടായ മോശം അനുഭവങ്ങൾ തുറന്നു പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ പുറത്തറിയാത്ത എത്ര സംഭവങ്ങൾ വേറെ നടന്നിട്ടുണ്ടാകും. എത്ര നീ ഇത്ര ചെറ്റയായി പോയല്ലോ എന്റെ പൊന്നു സാർ. നീ മിണ്ടരുത്. നാട്ടുകാർ വിധിക്കുന്ന ശിക്ഷ എന്ത് തന്നെ ആയാലും നീ അനുഭവിച്ചു തന്നെ തീരണം. എത്ര പേര് ഇവനെങ്ങനെ അബ്യൂസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കൂ. കുണ്ടനെന്നും പറഞ്ഞ് ചിരിച്ച് തള്ളാൻ കഴിയുന്ന ഒരു സംഭവം അല്ലത്. ഇത് റേപ്പാണ്. ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുന്നത് പോലെ തന്നെയാണ് ഒരു ആൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുന്നത്. യാതൊരു മാറ്റവുമില്ല. രണ്ടും ഒരേ സീരിയസ്നെസ്സിൽ തന്നെ കാണണം. വിശ്വസിച്ചൊന്ന് കുനിഞ്ഞു നിൽക്കാൻ പറ്റുകയില്ല. കുരിപ്പുകളുടെ കളി കണ്ടില്ല. ശരത്തും അവന്റെ സുഹൃത്തും കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയെ വിളിച്ചതിന്റെ കോൾ റെക്കോർഡ് ഉണ്ട്. അതൊന്ന് ഞാൻ പ്ലേ ചെയ്യാം. ട്രാപ്പ് ചെയ്യാനോ സംഭവം അങ്ങനെ കരുതിക്കൂട്ടി ഒന്നുമല്ല. അത് അന്ന് സംഭവിച്ചു പോയ സാധനമാണ്. ഹലോ, ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മള് ഒരുമിച്ചായിരുന്നു പുറകെ കുളിക്കാൻ പോയപ്പം ആൽക്കഹോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥലം എവിടെയെന്ന് പറഞ്ഞ കുണ്ടന്നൂര്. വെള്ളത്തിലായിരുന്നു 3 ആളും 4 പേരെന്തായിരുന്നു? ശരത്ത്. ഞങ്ങൾ വേണമെങ്കിൽ സോറി പറയാമെന്ന് പോലും. എന്നിട്ട് അത് സോറി പറഞ്ഞു ഒതുക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുകയാണ്. ഇവൻ മറ്റൊരു പയ്യനും കൂടി പീഡിപ്പിച്ചു. എന്താ അവനൊക്കെ ചെയ്യേണ്ടത്? ശരിക്കുണ്ടല്ലോ ഇവനൊക്കെ സുരജ് എത്തിക്കളയണം. അതാണ് വേണ്ടത്. ഇത് ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. മാത്തച്ഛൻ എന്ത് പറയുന്നു? അല്ല, ഇയാളെന്താ ഇയാൾ വന്നിട്ട് ഇങ്ങനെ തോളത്ത് കഴിയിട്ട് ഇങ്ങനെ 3 സാധനമൊക്കെ മേടിക്കണം നിന്ന്. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ കൈയൊക്കെ ഇറങ്ങി തുടങ്ങി താഴത്തേക്ക്. ഞങ്ങൾ തൊടാനും പിടിക്കാനാ തുടങ്ങി. എന്തൊരു കഴിപ്പാണ് ഇവന്. അന്ന് ഞാൻ തീരുമാനിച്ചത് ഈ നായരുകുട്ടിയെ ഒരുത്തിക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല. പബ്ലിക് ആയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് ഓർക്കണം. അത് നാട്ടിൽ ഓണപരിപാടി നടക്കുന്നതിന്റെ ഇടയിലാണ്. ഒരാണ് മറ്റൊരാണിനെ തൊടുന്നതും പിടിക്കുന്നതും ഒന്നും അധികം ആരും ശ്രദ്ധിക്കില്ലല്ലോ. നൈസായിട്ട് ട്യൂൺ ചെയ്യാൻ നോക്കിയതാണ്. പെണ്ണിനെയാണ് ഇവരിങ്ങനെ ചെയ്തതെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഗേ ആണെങ്കിൽ അതിന് പറ്റിയ പാർട്ണറിനെ കണ്ടുപിടിക്കണം. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോകത്ത് അല്ലാതെ കണ്ണി കണ്ട് ചെക്കന്മാരുടെ ഒക്കെ പ്രൈവറ്റ് പാർട്ടിയിൽ കയറി പിടിച്ചിട്ട് കളി കിട്ടുമോ എന്ന് ടെസ്റ്റ് ചെയ്യല്ലേ വേണ്ടത്. ഇവനെ കണ്ടല്ലോ നല്ല അടി കിട്ടാത്തതിന്റെ പ്രശ്നമാണ്. ഒന്നും ചെയ്യണ്ട, അവനൊരു രോഗിയാ. എന്ത് രോഗി? ഒരു ഞരമ്പ് രോഗിയാ. പ്ലീസ് ഒന്ന് പോയട്ടെ.